ചിലർക്ക് എന്നും നഷ്ടക്കച്ചവടമായിരിക്കും. പിന്നെ കച്ചവടം എപ്പോഴും മിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നഷ്ടക്കച്ചവടം എന്നും നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ പരാജയമാവും. ആ ജീവിതം ഒരു നഷ്ടക്കച്ചവടമായിട്ട് മാറും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും മിച്ചം വയ്ക്കുന്ന ശീലം ഉണ്ടാവണം. അളന്നു കൊടുക്കണേലും തൂക്കി കൊടുക്കണേലും ഒക്കെ നമുക്ക് ഒരു കണ്ണ് നമ്മിലേക്ക് തന്നെ വേണം. അവന് കൊടുക്കുന്ന അവൻ ഇച്ചിരി കൂടുതൽ കൊടുത്തു എന്ന് വിചാരിച്ചാൽ തന്നെ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അനുസരിച്ച് പൈസയും കൂടെ മേടിക്കണം. ഇതുപോലെ തന്നെ പിന്നെ എന്നതാണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചിട്ട് വന്ന് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നാന്തരം വലിയ തടി, 2 ലക്ഷം ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് അച്ചു ചെയ്തത്. ഇച്ചിരി കള്ളു കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ തടി കണ്ടു, പക്ഷേ തടിയുടെ ഉള്ളിലുള്ള പൊത്ത് കണ്ടില്ല. പൊത്ത് വന്നതോടുകൂടി അവസാനം വെട്ടി വിറ്റ് കഴിഞ്ഞപ്പോൾ 1 ലക്ഷം രൂപ നഷ്ടം. ഇങ്ങനെയൊക്കെയുള്ള കച്ചവടത്തിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ സൂക്ഷിക്കണം. വളരെ സൂക്ഷ്മത വേണം. പിന്നെ എന്താണ്, വരവ് ചെലവ് കണക്കെഴുതണം. മിച്ചം കിട്ടുമോ എന്നുള്ളത് പല പ്രാവശ്യം ചിന്തിക്കണം. അനാവശ്യ ചെലവുകൾ നമ്മൾ കണക്ക് കൂട്ടണം ഈ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കച്ചവടം നഷ്ടമാകാതിരിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഒരു കച്ചവടത്തിൽ നിന്ന് വേറൊരു കച്ചവടത്തിലേക്ക് ഉടനെ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും രക്ഷയില്ല. എപ്പോഴും പിന്നെ ഒന്നിൽ സ്ഥിരമായി നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം അച്ചമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കച്ചവട നഷ്ടം വരുന്നവന് എന്നും കച്ചവട നഷ്ടമായിരിക്കും. അവൻ ചില ലാഭമായിട്ട് നടക്കുന്നവൻ വല്ലപ്പോഴും നഷ്ടം വന്നാലും 90% ലാഭമായിരിക്കും. ഇങ്ങനെയൊരു കച്ചവടം നടത്താൻ ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് കച്ചവടം എപ്പോഴും നമുക്ക് മിച്ചം കിട്ടാനുള്ളത് അത് ഒരു ശൈലിയാണ്, ജീവിതശൈലി, ലളിതമായ ജീവിതശൈലി. പിന്നെ പണിക്കാരെ വിളിക്കേണ്ടതിന് വിളിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പണിയണം. നമ്മുടെ കഠിനാധ്വാനം പൈസ കുറേ മുടക്കിയിട്ട് കുറേ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി കടയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ഏൽപ്പിച്ചുകൊണ്ട് പോകാൻ തന്നെ അവൻ തന്നെ അതിൻ്റെ അകത്തുനിന്ന് കമ്മും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കും. നഷ്ടക്കച്ചവടത്തിൻ്റെ പിശാചിൽ നിന്ന് രക്ഷിക്കണമേ. എന്നും നഷ്ടമായിരിക്കുന്ന വ്യക്തികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കും. അവരുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുവാനും ജീവിതത്തെ നവീകരിക്കുവാനൊക്കെ പാവനം നൽകണം. ഇങ്ങനെയുള്ള കച്ചവട നഷ്ടം എന്നും ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിങ്ങിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ പേഴ്സണാലിറ്റി മാറി കിട്ടണം, എന്നാലേ നഷ്ടം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. കർത്താവേ, എങ്ങനെയുള്ളവരെ സഹായിക്കാൻ സാധിക്കും? എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക 9447465414. ഈ നമ്പറിൽ വിളിക്കാൻ. കർത്താവേ, ഇവരെ സുഖപ്പെടുത്തണമേ, ഇവരെ ശക്തിപ്പെടുത്തണമേ. കച്ചവടത്തിൻ്റെ ജീവിതത്തിൽ കപടമായ കച്ചവടം നടത്താതെ എന്ന നഷ്ടം വരാതെ കൊണ്ട് കുറച്ചെങ്കിലും മിച്ചം കിട്ടത്തക്കവണ്ണമുള്ള ഒരു ശൈലി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനൊക്കെ പാവം ഇവർക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.